ക്രിയേറ്റീവ് ജെ. ഇത്തവണ നമ്മളൊരു പെയിൻറ്റിങ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. വേറെ സ്പെഷ്യലായിട്ട് ഇതിലൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത്തവണ അതൊന്നുമില്ല, വെറുതെ ഒരു സിമ്പിൾ ഒരു പെയിൻറ്റിങ് ആണെന്ന് കരുതിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഇതിൽ ഞാൻ ഔട്ട്ലൈൻ ഒന്നും വരയ്ക്കാതെ ഫ്രീ ഹാൻഡായിട്ടാണ് പെയിൻറ്റ് ചെയ്ത് പോവാറ്. പക്ഷേ ഇതിൽ ഔട്ട്ലൈൻ ഒന്ന് വരച്ചിട്ടുണ്ട്. പക്ഷേ വരച്ച് വരുമ്പോൾ അതേ ഫേസ് തന്നെ ആവുമോ എന്നൊക്കെ കണ്ടറിയണം. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പെയിൻറ്റിങ് വീഡിയോസിൽ പലതിലും ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാറുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തവണ നമ്മളൊരു മീഡിയം ടോണിലാണ് ഈ ഒരു ലേഡിയെ വരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു ലേഡി നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ ടെമ്പിളിലേക്ക് പോകുമ്പോൾ പൂവൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലേഡിയുടെ പിക്ചറാണ് ഞാനിവിടെ പോർട്രേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സാധാരണ ഇതിൽ പെയിൻറ്റിങ്സ് ഒക്കെ തന്നെ ഷോർട്ടായിട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാറ്. പക്ഷേ ചില പെയിൻറ്റിങ് എങ്കിലും കുറച്ച് സമയമെടുത്തൊക്കെ വരയ്ക്കുകയാണ്, കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോങ് വെർഷൻ കൂടെ പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. ആ സ്റ്റെപ്സൊക്കെ കുറച്ചും കൂടെ കാണിക്കണം മറ്റുള്ളവരെ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അത് ആൾക്കാർ കണ്ടാലും ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തോന്നും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെയിൻറ്റിങ് ആയിരുന്നു ഇത്. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഷെയ്ഡിങ് ആണ്. എൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ലൈറ്റ് ഇങ്ങനെ വന്ന് അടിക്കുന്നത് പോലെ ഉള്ള ആ ഒരു ഷെയ്ഡിങ് എനിക്ക് ചെയ്യണം തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല. പിന്നെ ഒരുപാട് ഞാൻ ഭയങ്കര ഒരു വലിയ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഏകദേശം ഇത്രയുള്ള ഒരു ഐഡിയ. പിന്നെ ഞാൻ ഇവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് സൈഡിൽ കുറച്ച് ചെടി ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഏതായാലും ആൾ പൂ പറിക്കാനായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് കുറച്ച് പൂക്കളും ഒക്കെ ഇരിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, വലിയ ലെങ്തി വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു സ്റ്റെപ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് കാണിക്കണം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. cheers.